വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ MP കെ രാധാകൃഷ്ണൻ ഇഡിക്ക് മുമ്പിൽ ഹാജരായി. 3-ാം തവണ നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്നത്. സനു കെ സജീവുണ്ട് വിവരങ്ങളുമായി. സനു, ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? കാളിദാസ്, എന്തായാലും ഇന്ന് CPM-നെ സംബന്ധിച്ച്, സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച്, MP കെ രാധാകൃഷ്ണനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ രാധാകൃഷ്ണൻ MP-നെ കൊച്ചി യൂണിറ്റിൽ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റിൽ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 2 തവണ നോട്ടീസ് നൽകിയപ്പോഴും തനിക്ക് ഹാജരാവാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയായിരുന്നു കെ രാധാകൃഷ്ണൻ. എന്തായാലും 3-ാം തവണ, അതായത് 8-ാം തീയതിയിലേക്ക് നോട്ടീസ് ഇഡി കാലെ കൂട്ടി തന്നെ നൽകിയിരുന്നു. എന്തായാലും CPM-ന്റെ സമ്മേളനത്തിന് ശേഷം താൻ ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് കെ രാധാകൃഷ്ണൻ MP തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. എന്തായാലും കെ രാധാകൃഷ്ണൻ MP കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇഡിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. തനിക്കറിയാവുന്ന വിവരങ്ങൾ, താനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളെല്ലാം ഇഡിക്ക് മുന്നിൽ പറയുമെന്ന് കെ രാധാകൃഷ്ണൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലാണ് കെ രാധാകൃഷ്ണൻ MP-നെ ചോദ്യം ചെയ്യുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കെ രാധാകൃഷ്ണൻ CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേട് നടക്കുന്നത്. അല്ലെ, ആ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് ഈ ഒരു അഴിമതി, അതായത് ഈ കള്ളപ്പണം, അതല്ല ഈ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ഇഡി ചോദിക്കുന്നത്. കൊച്ചി യൂണിറ്റിലെ, അതായത് ഇഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിലെ 2-ാമത്തെ യൂണിറ്റിലാണ് കെ രാധാകൃഷ്ണൻ MP-നെ ചോദ്യം ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഡയറക്ടർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കെ രാധാകൃഷ്ണൻ MP-യിൽ നിന്നുള്ള വിവരശേഖരണം നടത്തുന്നത്. എന്തായാലും CPM-നെ സംബന്ധിച്ചും അതേപോലെ തന്നെ കെ രാധാകൃഷ്ണൻ MP-യെ സംബന്ധിച്ചും ഈ കരുവന്നൂർ സഹകരണ ബാങ്ക്, സഹകരണ മേഖലയെ സംബന്ധിച്ചും ഒരു നിർണായക നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാളിദാസ്. സനു, ഈയൊരു അന്വേഷണം, അല്ലെങ്കിൽ ഈയൊരു അന്വേഷണം കെ രാധാകൃഷ്ണനിലേക്ക് എത്തി നിൽക്കുമ്പോൾ പോലും അതിനുശേഷം ഹാജരായില്ല. 2 തവണ നോട്ടീസ് അയച്ചിട്ടും ഹാജരായില്ല. 3-ാം തവണയാണ് ഹാജരാകുന്നത്. എങ്കിൽ പോലും അത്തരത്തിലൊരു ധാർഷ്ട്യമൊന്നും കെ രാധാകൃഷ്ണൻ MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഹാജരാകില്ല എന്ന് തീർത്തും പറയുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. പല കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തിന് ഹാജരാകാതിരുന്നത്. അതോടൊപ്പം തന്നെ രേഖകൾ കൈമാറുകയും ചെയ്തു. എന്തായാലും വളരെ മിതമായ, മൃദുവായൊരു സമീപനം തന്നെയാണ് കെ രാധാകൃഷ്ണൻ MP-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെ വ്യക്തമാണല്ലേ? തീർച്ചയായിട്ടും കെ രാധാകൃഷ്ണൻ MP-യുടെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘത്തോടും അതേപോലെ തന്നെ ഇഡിയോടും വളരെ മൃദു സമീപനമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഈ ഇഡിയുടെ ഭാഗത്ത് നിന്ന്, അതായത് ചില സംശയങ്ങൾ, അതായത് ഇതിനു മുമ്പും ഈ CPIM-ന്റെ ജില്ലാ സെക്രട്ടറി ഈ കാലഘട്ടത്തിൽ, ഈ ക്രമക്കേട് നടക്കുന്ന കാലഘട്ടങ്ങളിൽ CPIM-ന്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവരെയും അതേപോലെ തന്നെ CPM-ന്റെ തൃശൂർ ജില്ലയുമായി ബന്ധപ്പെട്ടുള്ള പ്രമുഖ നേതാക്കളെയും അടക്കം ഇതിനോടകം തന്നെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഈ ഒരു അവസാന ഘട്ടത്തിലെത്തുകയും പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടി ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള സിമി തന്നെ, സിമി IRS ഡൽഹിയിലെത്തി കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിയിരുന്നു. തുടർന്നാണ് കെ രാധാകൃഷ്ണൻ MP-നെയും അതേപോലെ തന്നെ CPIM-ന്റെ സമുന്നത നേതാക്കളായിട്ടുള്ള 2 പേരെ കൂടി അവസാന ഘട്ടത്തിൽ ചോദ്യം ചെയ്യാനുണ്ട് എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ഈ പൊളിറ്റിക്കൽ ക്ലിയറൻസ് അടക്കം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചതിനെ തുടർന്നാണ് കെ രാധാകൃഷ്ണൻ MP-ക്ക് ആദ്യം നോട്ടീസ് നൽകുന്നത്. എന്നാൽ തനിക്ക് ഹാജരാവാൻ സാധിക്കില്ലെന്ന് കാട്ടി ഇഡിക്ക് കത്ത് നൽകുകയും തുടർന്ന് രണ്ടാമതും ഈ ആദ്യ കത്തിന് ശേഷം 5-ാമത്തെ ദിവസമാണ് 2-ാമത്തെ കത്ത് ഇഡി നൽകുന്നത്. കൊച്ചി യൂണിറ്റിൽ അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് വരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അന്ന് കത്ത് നൽകുന്നത്. ആ സമയം പാർലമെന്റ് നടക്കുന്നതിനാൽ തനിക്ക് ഈ ചോദ്യം ചെയ്യലിന് ഇഡിക്ക് മുമ്പിലേക്ക് എത്താൻ സാധിക്കില്ലെന്ന് പറയുകയും തുടർന്ന് ഇഡി തിരിച്ചൊരു നോട്ടീസ് അയച്ചു. ഡൽഹി ഓഫീസിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു നോട്ടീസ് നൽകിയത്. ചോദ്യം ചെയ്യലിന് എത്തുകയാണെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി കൊച്ചി ഇഡിയിൽ നിന്നുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഒരു 3-അംഗ സംഘം ഡൽഹി ഇഡി ഓഫീസിലെത്തിയിരുന്നു. തുടർന്നും തനിക്ക് ഹാജരാവാൻ സാധിക്കില്ലെന്ന് നിർദ്ദേശം നൽകി. അതിനുശേഷമാണ് 8-ാം തീയതിയിലേക്ക് ഇഡി ഒരു നോട്ടീസ് നൽകുന്നത്. ഈ 3-ാമത്തെ നോട്ടീസിനാണ് ഇഡി ഓഫീസിലേക്ക് കെ രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്ന് വെച്ചാൽ, ഈ 3-ാം തവണയും നോട്ടീസ് നൽകി ഇദ്ദേഹം ഹാജരായില്ലെങ്കിൽ നേരിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ള നടപടികളിലേക്ക് കടക്കാനും ഇഡി തീരുമാനിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓഫീസിലേക്ക് എത്തുക, അല്ലെ തന്റെ സ്ഥാപനത്തിലേക്ക് എത്തുന്നതിന് മുന്നേ ഇഡി ഓഫീസിലേക്ക് എത്തുക എന്നുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ രാധാകൃഷ്ണൻ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
അറസ്റ്റ് അടക്കമുള്ള നടപടികളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഈ ക്രമക്കേട് നടന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചില വിവരങ്ങൾ, അതായത് ഇഡിക്ക് വ്യക്തത വരുത്താനുണ്ട്. ആ കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് തങ്ങൾ കെ രാധാകൃഷ്ണൻ എംപിനെ ചോദ്യം ചെയ്യുന്നതെന്നാണ് ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ CPM-ന്റെ സമുന്നത നേതാക്കളിലേക്ക് ഇഡിയുടെ അന്വേഷണം കടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം മറ്റ് സമുന്നത നേതാക്കൾ, അതായത് ഒരു ജില്ലാ സെക്രട്ടറിയും CPIM-ന്റെ ഒരു സംസ്ഥാന നേതാവിനെ അടക്കം ചോദ്യം ചെയ്യാനുണ്ടെന്നുള്ള ഒരു സൂചനയും ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. കാളിദാസ്. ശരി, സാനു കെ സജീവാണ് വിവരങ്ങൾ